ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് എങ്ങനെ ചെയ്യാം, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതി സൂക്ഷിച്ച് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വരുമാനം ഏതൊക്കെ രീതിയിലാണ് ചിലവാക്കുന്നതെന്നും ഏതൊക്കെ രീതിയിൽ അനാവശ്യമായിട്ട് ചിലവായി പോകുന്നുണ്ടെന്നും ഒക്കെ ഒരു കണക്ക് നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് അതിനൊരു ഡയറി എടുത്ത് നമ്മൾ അത് പ്രത്യേകം മാറ്റി വെക്കണം. നമ്മളിത് റിട്ടേണായിട്ട് തന്നെ എഴുതി വെച്ചാൽ നമുക്കത് പിന്നീട് മാസം അവസാനം ആകുമ്പോഴത്തേക്ക് എവിടെയൊക്കെയാണ് നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കിയത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ഇത് നമ്മളൊരു 1-2 മാസത്തേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സേവ് ചെയ്തെടുക്കാനും പൈസയൊക്കെ അനാവശ്യമായിട്ട് കളയാതിരിക്കാനും സാധിക്കും. അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ സേവിങ്സിലോട്ട് നമ്മൾ പൈസ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ സേവിങ്സിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു. അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫിക്സഡ് എക്സ്പെൻസ് നമുക്ക് കാണും. വീടിൻ്റെ വാടക കൊടുക്കാൻ കാണും, ചിലപ്പം കുട്ടികളുടെ ഫീസ് അടയ്ക്കാനുള്ളത് കാണും, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഇങ്ങനെയുള്ള ബില്ലുകൾ കാണും, ഫോൺ റീചാർജ് ചെയ്യുക, പെട്രോളിൻ്റെ ചിലവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് ഫിക്സഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിനുവേണ്ടി കുറച്ച് തുക നമ്മൾ മാറ്റി വെക്കണം. എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. കാരണം ലിസ്റ്റ് തയ്യാറാക്കിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ലിസ്റ്റിലുള്ള മാത്രമേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലിസ്റ്റിൽ എഴുതി വെക്കൂ. അത് മാത്രം നമ്മൾ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങി വരത്തുള്ളൂ. ഇത് ഒരു ലിസ്റ്റും ഒന്നും ഇല്ലാതെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം സാധനങ്ങൾ കാണും. പുതിയ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിച്ചു പോകും. അതുകൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത്, ഓൺലൈൻ സൈറ്റുകളിൽ ധാരാളം ഓഫറുകൾ വരാറുണ്ട്. അത് കണ്ടു കഴിയുമ്പം നമുക്ക് അത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ, അവിടെ ഓഫറുണ്ട്, അത് ഇഷ്ടപ്പെട്ടു, ഒരു ഡ്രസ്സ്. ഇപ്പം ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ എളുപ്പം ഓരോ ഓഫറുകൾ, ഫെസ്റ്റിവൽ ഓഫർ, അത് ഇതൊക്കെ വരുമ്പോൾ അതൊക്കെ വാങ്ങണമെന്ന് തോന്നും. എന്നാൽ അതിപ്പം നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് ഒന്നും ആലോചിക്കാറില്ല. ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ചിലപ്പം വേണ്ട എന്ന് തോന്നും. അതുകൊണ്ട് അങ്ങനെയുള്ള ഷോപ്പിങ്ങുകളൊക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. പിന്നെ നമ്മുടെ പൈസ പോകുന്ന വേറൊരു രീതി എന്ന് പറയുന്നത്, ഓൺലൈൻ ഫുഡ് ഡെലിവറി സൈറ്റുകളിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക. അങ്ങനെ കുറേ പൈസകൾ പോകും. അപ്പോൾ അതിലൊക്കെ ഒരു മിതത്വം പാലിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ സേവ് ചെയ്തെടുക്കാൻ പറ്റും. പലതുള്ളി പെരുവെള്ളമെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള സേവിങ്സ് ചെയ്താൽ നമുക്ക് മറ്റ് ഭാവിയിലേക്കോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പൈസ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ കയ്യിലെടുക്കാനൊരു എമർജൻസി ഫണ്ടിലേക്ക് നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിലോ, എന്തെങ്കിലും റിപ്പയറിങ്ങോ, വണ്ടിയുടെ റിപ്പയറിങ്ങോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുവാണെങ്കിൽ അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ബഡ്ജറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ആഡംബരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ ജീവിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിനും നമ്മൾ ഒരു കണക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഇപ്പോഴേ പൈസ പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് കാർഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ പേഴ്സിനകത്ത് ATM ൽ നിന്ന് പൈസ രൂപ എടുത്ത് വെച്ചിട്ട് ചിലവാക്കുവാണെങ്കിൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പം മറ്റേതാണെങ്കിൽ കടയിൽ പോകുന്നു, കാർഡ് ഉപയോഗിക്കുന്നു, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പം പൈസ പോയത് നമ്മുടെ കയ്യിൽ കൂടെ അല്ലാത്തത് കൊണ്ട് നമ്മളത് അത്രയും അറിയുന്നില്ല. എന്നാൽ പേഴ്സിൽ നിന്ന് ആ പൈസ രൂപ നമ്മളെടുത്ത് ചിലവാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കതൊരു ഇത് വരും. നമ്മൾ ഇത്രയൊക്കെ ചിലവാക്കിയല്ലോ, നമ്മുടെ ഇനി ഇത്രയും രൂപയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ നിൽക്കത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുകയാണല്ലോ. നമ്മുടെ പേഴ്സിൽ ഇത്രയും രൂപയേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത്രയും കാണത്തില്ല. അപ്പം നമ്മൾ കുറച്ച് പൈസ ഇങ്ങനെ പേഴ്സിൽ എടുത്ത് വെച്ച് ചിലവാക്കുകയാണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് ചിലവാക്കുന്നതിനേക്കാളും കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്തായാലും ഉറപ്പായിട്ടൊരു എന്തെങ്കിലും സേവിങ്സ് ചെയ്തേ പറ്റത്തുള്ളൂ.
അതിൽ നമുക്ക് ഈ ഇവിടെ നിന്ന് സേവ് ചെയ്യുന്ന ആ എമൗണ്ട് നമുക്ക് വേണ്ടി ഒരു RDയിലോ SIPയിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും. ഈ പറയുന്ന രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് ബഡ്ജറ്റെല്ലാം ഒന്ന് വരവ് ചിലവൊക്കെ ഒന്ന് ടാലി ചെയ്ത് നോക്കിയാൽ മാസാവസാനം ആകുമ്പോൾ ഏതെല്ലാം രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് പൈസ പോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഇൻകത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടു ചിലവുകളായാലും മറ്റു കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് സേവിങ്സും ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോയാൽ എവിടെ എങ്ങനെയാണ് നമ്മുടെ പൈസ പോയതെന്ന് നമുക്കറിയാനേ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.